പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 വർഷ ഡിഗ്രി കോഴ്സിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ എത്ര ശതമാനം മാർക്കുള്ളവർക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിക്കുമെന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ സംശയം ചോദിച്ചു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ നിലവിലുള്ള കോളേജിലെ കോഴ്സുകൾ 3ആയിട്ട് തരംതിരിക്കാം. ഒന്ന്, എയ്ഡഡ് ആൻഡ് ഗവൺമെന്റ് കോളേജുകളിലെ എയ്ഡഡ് കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമസ്റ്റർ ഫീസ് കൊടുക്കാത്ത കോഴ്സുകൾ. ഇനി എയ്ഡഡ് കോളേജിലെ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ. എയ്ഡഡ് കോളേജിൽ സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ഉണ്ടാവും, സെമസ്റ്റർ ഫീസ് നൽകേണ്ട കോഴ്സ്. മൂന്നാമത്തേത് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ. സെൽഫ് ഫിനാൻസിങ് കോളേജിലെ എല്ലാ കോഴ്സുകളും സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളായിരിക്കും. ഇങ്ങനെ 3 വിഭാഗത്തിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിക്കാനുള്ള സാധ്യത എത്ര ശതമാനം മാർക്കുള്ളവർക്കാണ്? ആദ്യം നമുക്ക് എയ്ഡഡ് ഗവൺമെന്റ് കോളേജിലെ എയ്ഡഡ് കോഴ്സുകൾ എടുക്കാം. ബികോം കോഴ്സിന് 95% മുകളിൽ മാർക്ക് ഉള്ളവർക്ക് മാത്രമേ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അതിൽ ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനുള്ള സാധ്യതയുണ്ട്. 95% മാർക്ക്. BA-BSc കോഴ്സുകൾക്ക് 94% മുകളിൽ മാർക്കുള്ളവർക്ക് മാത്രമേ ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഇനി ഒരു വിദ്യാർത്ഥി ഇതിനിടക്ക് വന്ന് ചോദിക്കും, എനിക്ക് 95% മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല. അത് ഓരോ കോളേജിലും ഇതിൽ വേരിയേഷൻ ഉണ്ടായിരിക്കും. ചില കോളേജിൽ ഇത് 98% ഇത് മൊത്തത്തിലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ചില കോളേജിൽ 96 ചില കോളേജിൽ ചിലപ്പോൾ 94 കിട്ടിയാലും ചിലപ്പോൾ ബികോമിന് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത. ഒരു ആവറേജ് മാർക്ക് 95% ബികോം കോഴ്സുകൾ. BA-BScകൾക്ക് 94%, ചിലപ്പോൾ 99 ആയിരിക്കും ചില BSc കോഴ്സുകൾക്ക് ചില കോളേജുകളിലെ ലഭിക്കാനുള്ള മാർക്ക്. നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് എയ്ഡഡ് കോളേജിലെ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ. എയ്ഡഡ് കോളേജിലെ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾക്ക് എല്ലാ കോളേജിലും ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിക്കണമെങ്കിൽ മിനിമം മാർക്ക് 90%. 90% ഉണ്ട് എന്ന് വിചാരിച്ച് ലഭിക്കില്ല. 90% മുകളിലുള്ള മാർക്കുള്ളവർക്ക് മാത്രമേ കിട്ടാനുള്ള സാധ്യതയുള്ളൂ ഫസ്റ്റ് അലോട്ട്മെന്റ്. ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജിലെ കോഴ്സുകൾക്ക് ഒരു 87-88% മുകളിൽ മാർക്കുള്ളവർക്ക് മാത്രമേ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ഈ കോഴ്സുകൾക്കൊക്കെ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടാനുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. ചിലപ്പോൾ ചില കോളേജുകളിൽ ചിലപ്പോൾ 85-84 വരാം. ഞാനൊരു ആവറേജ് കൈൻഡ് ഓഫ് കോളേജുകൾ എടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടാതിരിക്കുമ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ പല വിദ്യാർത്ഥികളും കേരളത്തിന് പുറത്ത് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും. കേരളത്തിൽ തന്നെ ഓട്ടോണമസ് കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും. കേരളത്തിൽ തന്നെ കണ്ണൂർ, MG, കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും. അപ്പം ഇതിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് പറഞ്ഞാൽ അപേക്ഷ എല്ലാവരിൽ നിന്നും അടക്കാം. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ് മാൻഡേറ്ററി ഫീ അടച്ചതിന്റെ അടിസ്ഥാനത്തിൽ അടക്കാത്തവരെ ഒഴിവാക്കിയിട്ടായിരിക്കും സെക്കൻഡ് അലോട്ട്മെന്റ് വരാം. തേർഡ് അലോട്ട്മെന്റ് ഒക്കെ ആകുമ്പോഴേക്കും കമ്മ്യൂണിറ്റി കോട്ട, മറ്റു കോട്ടകളൊക്കെ ഫില്ല് ചെയ്ത് വരുമ്പോൾ മെറിറ്റിൽ കിട്ടിയവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് വരും. അപ്പോൾ മാർക്ക് വീണ്ടും കുറവുള്ളവർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആരും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്കൊക്കെ അഡ്മിഷൻ കിട്ടാനുള്ള മാർക്ക് ഉണ്ടെങ്കിൽ, അർഹത ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങളുമായി ഈ ചാനൽ പങ്കുവെക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.